കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ബീച്ചിലിരുന്ന് മദ്യപിക്കാൻ തുടങ്ങുന്ന ഭാസ്കറിനെ പോലീസ് പിടികൂടുകയാണ്. ക്ഷീണം മാറ്റാനെന്നും പറഞ്ഞ് നിധിയെയും വിളിച്ച് ഒരിടത്തിരിക്കായിരുന്ന സുധീഷിനോടായി ക്ഷീണമൊക്കെ മാറിയില്ലേ, ഇനി തിരിച്ച് അവരുടെ അടുത്തേക്ക് പോവാമെന്ന് നിധി പറയുകയാണ്. അതെ, ഞാനൊരു കാര്യം പറയട്ടെ എന്ന് സുധീഷും പറഞ്ഞോ എന്ന് നിധി പറയെ. നിധിയെ കാണാനേ നല്ല ഭംഗിയുണ്ട് എന്നവൻ പറയേ. ആണോ, എനിക്കത് മുമ്പേ അറിയാവുന്ന കാര്യട്ടോ. എന്നാ പോവാൻ നോക്കാം വാ എന്ന് വിളിച്ച് നിധി എഴുന്നേൽക്കുമ്പോഴേക്കും പോവാറായോ എന്ന് വിഷമത്തോടെ സുധീഷും ചോദിക്കുക. പിന്നെ എനിക്ക് പോവാറായി, സുധീഷ് വരുന്നില്ലെങ്കിൽ ഇവിടെ ഇരുന്നോ എന്ന് പറഞ്ഞവൾ നടന്നു പോവേ. അയ്യോ നിധി, ഞാനും വരുന്നു, പോവല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് സുധീഷും അവളുടെ പുറകെ പോവുകയാണ്. സുഭാഷും നികേഷും ബീച്ച് സൈഡിലൂടെ നടക്കുമ്പോഴാണ് അതിനരികെയുള്ള റോഡിലൂടെ ഭാസ്കറിനെ പിടികൂടി പോലീസ് കൊണ്ടുപോകുന്നത്. സുഭാഷിനെ കാണാൻ ഭാസ്കറിനെ വിളിച്ച് പറയുന്നുണ്ട്, ഡാ സുഭാഷെ, എന്നെ പോലീസ് പിടികൂടിയടാ, കൊണ്ടുപോവാന്ന്. ആ കാഴ്ച കണ്ട് അയ്യോ അച്ഛ എന്ന് പറഞ്ഞ് സുഭാഷും നികേഷും അങ്ങോട്ട് ഓടുകയാണ്. അങ്ങോട്ടെത്തിയ സുഭാഷ് അച്ഛനോടായി അയ്യോ അച്ഛ എന്തു പറ്റി? എന്താ സാർ കാര്യമെന്ന് ചോദിക്കുക. ഇത് നിങ്ങളുടെ അച്ഛനാണല്ലേ എന്ന് പോലീസുകാരനും. അതെ സാർ, കാര്യം പറയുന്ന സുഭാഷും. വെള്ളമടിക്കാൻ വീട്ടിൽ നിന്ന് ബീച്ചിലേക്കാണോ വരുന്നത്? പബ്ലിക് പ്ലേസിൽ വെള്ളമടിക്കുന്നത് കുറ്റമാണെന്ന് അറിഞ്ഞൂടെ ഇയാൾക്ക് എന്ന് സാർ പറയുമ്പോഴേക്കും സാർ ആദ്യം കൈവിട്ടെ എന്ന് പറഞ്ഞ് ഭാസ്കരൻ പോലീസുകാരന്റെ കൈ വിടുവിക്കുക. അത് കണ്ട് പോലീസുകാരനും ദേ ഇതാണ് ഭാവം, മകൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ കണ്ടു പറഞ്ഞ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാമെന്ന് കരുതി. പബ്ലിക് ന്യൂസൻസിന് എന്താ ശിക്ഷയെന്ന് ഞാൻ കാണിച്ചു കൊടുക്കാം എന്ന് പോലീസുകാരൻ ഭീഷണിപ്പെടുത്തേ. അയ്യോ സാറേ വേണ്ട, സോറി എന്ന് സുഭാഷ് പറയുന്നുണ്ട്. എന്ത് സോറി? വയസ്സാം കാലത്ത് മര്യാദയ്ക്ക് നടന്നൂടെ ഇയാൾക്ക്? പൊതുസ്ഥലത്തിരുന്ന് മദ്യം കുടിക്കാൻ പാടില്ലെന്ന് പറഞ്ഞപ്പോൾ പോലീസിനെ നിയമം പഠിപ്പിക്കുക അയാള് എന്ന് സാർ പറയേ. എന്റെ പൊന്നു സാറേ സോറി, ഇത്രയും നേരം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇങ്ങോട്ട് പോന്നിട്ടേ ഉള്ളൂ എന്ന് സുഭാഷ് പറയേ. പോയപ്പോഴത്തേക്കും പണി പറ്റിക്കുകയും ചെയ്തു അല്ലേ എന്നാ സാറും ചോദിക്കുക. സുഭാഷ് വീണ്ടും സാറേ പറയുന്ന കേൾക്ക് എന്ന് സുഭാഷ് പറയേ. സുഭാഷ് ഏട്ടാ കൊണ്ടുപോയിക്കോട്ടെ എന്ന് നികേഷും പതിയെ പറയുന്നുണ്ട്. നിനക്ക് വേറെ പണിയൊന്നുമില്ലടാ എന്ന് സുഭാഷിനോടായി അച്ഛനും. എന്നിട്ടും സുഭാഷ് പോലീസുകാരോട് അച്ഛനു വേണ്ടി അപേക്ഷിച്ചുകൊണ്ടിരിക്കുക. സുധീഷും നിധിയും നടന്നു വരുന്നതിനിടയിൽ സുധീഷ് നിധിയോടായി പറയുന്നുണ്ട്, നിധി ഇയാളോടെ ഞാൻ കുറെ നാളായി ഒരു കാര്യം പറയണമെന്ന് വിചാരിക്കുന്നു എന്ന് സുധീഷ് പറയേ. പറഞ്ഞോ എന്ന് നിധിയും. സുധീഷ് എങ്ങനെ പറയുമെന്നറിയാതെ പരുങ്ങുമ്പോഴേക്കും പറഞ്ഞോ എന്ന് നിധിയും. അതായത് എങ്ങനെയാ അത് പറയാ എന്നൊക്കെ പറഞ്ഞ് സുധീഷ് ഒരു പതർച്ചയോടെ നിൽക്കുമ്പോഴാണ് നിധി റോഡിലെ ആ കാഴ്ച കണ്ട് അയ്യോ എന്ന് വിളിക്കുന്നത്. എന്താ നിധി എന്ന് സുധീഷ് ചോദിക്കേ. ദേ സുധീഷെ നോക്കിയേ, പോലീസ്, എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു, വാ എന്ന് വിളിച്ച് നിധി പരിഭ്രമത്തോടെ അങ്ങോട്ട് പോവുകയാണ്. ഈ നീയാളാണല്ലോ എനിക്ക് പാരാ എന്ന് ദേഷ്യത്തോടെ പറഞ്ഞ് സുധീഷും നിധിയുടെ പുറകെ ഓടുകയാണ്. പോലീസുകാർ അപ്പോഴും ഭാസ്കറിനെ കുറ്റപ്പെടുത്തുകയാ. പ്രായം ഇത്രയായില്ലേ, പൊതുസ്ഥലത്ത് എങ്ങനെയാ പെരുമാറേണ്ടതെന്ന് അറിയില്ലേ എന്ന് സാർ ചോദിക്കേ. സാർ ഇനി അങ്ങനെയൊന്നും പെരുമാറില്ല സാർ, ഇത്തവണത്തേക്കൊന്ന് വിടണം സാർ എന്ന് സുഭാഷും അപേക്ഷിക്കുന്നുണ്ട്. ഇനി പെരുമാറില്ലെന്ന് താനാണോ പറയേണ്ടത് എന്ന് സാർ ചോദിക്കുമ്പോഴേക്കും നിധിയും സുധീഷും അങ്ങോട്ടെത്തുകയാ. എന്താ പറ്റിയതെന്ന് അവൾ ചോദിക്കേ. ഇതാരാ എന്ന് സാറും. സാറേ ഇതെന്റെ അനിയൻ, ഇതവന്റെ വൈഫ്, ഇതെന്റെ ഏറ്റവും ഇളയ അനിയൻ എന്ന് സുഭാഷ് പരിചയപ്പെടുത്തേ. അത് ശരി, കുടുംബത്തോടെയാണല്ലേ വന്നിരിക്കുന്നത്, നാണമില്ലേടോ മക്കളും മരുമക്കളെയും ഒക്കെ ആയിട്ട് ബീച്ചിൽ വന്നിട്ട് ഇങ്ങനെയാണോ കാണിക്കുന്നത് എന്നൊരു സാർ ഭാസ്കരനോടായി ചോദിക്കേ. സാറേ അച്ഛനു വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കാം, ഇത്തവണത്തേക്കൊന്ന് ക്ഷമിക്കണമെന്ന് വീണ്ടും സുഭാഷ് അപേക്ഷിക്കുകയാണ്. അത് കേൾക്കേ സാറും ഭാസ്കരനോടായി കാർന്നോരെ, കുടുംബം കൂടെയുള്ളത് കൊണ്ട് താൻ രക്ഷപ്പെട്ടോ, ഇല്ലെങ്കിൽ തൂക്കിയെടുത്ത് ഞാൻ അകത്തിട്ടനെ. ഇനി ഒരു തവണ കൂടി ഇത് ആവർത്തിച്ചാൽ വെറുതെ വിടുമെന്ന് താൻ വിചാരിക്കണ്ട, കേട്ടല്ലോ എന്ന് ഭാസ്കറിന് താക്കീത് നൽകി. അച്ഛനോട് മര്യാദയ്ക്ക് ഇരിക്കാൻ പറ എന്ന് സുഭാഷിനോടായി പറഞ്ഞ് അവരവിടെ നിന്ന് പോവുകയാണ്. അവർ പോയി കഴിയുമ്പോഴേക്കും നിധിയും എന്താ സുഭാഷ് ഏട്ടാ ഉണ്ടായതെന്ന് ചോദിക്കുക. ഭാസ്കരനും പറയുന്നുണ്ട്, പറയുന്ന കേട്ടാ ഞാൻ പബ്ലിക് പ്ലേസിൽ കൊലപാതകം നടത്തിയെന്ന് തോന്നുന്നു. പബ്ലിക് പ്ലേസിലെ മദ്യം കൊണ്ടു നടന്ന് വിൽക്കുന്നവരെ പിടിക്കാൻ വയ്യ, അത് കൂടുതൽ കാശും കൊടുത്ത് വാങ്ങി ഒരിടത്ത് സ്വസ്ഥമായിരുന്ന് കുടിക്കുന്നവരെ അവർക്ക് പിടിക്കണം. യൂസ്ലെസ് ഫെലോസ്, ഇത് ഇവന്മാരെല്ലാം കൂടി ചേർന്നുള്ള ഇടപാടാ. വിൽക്കുന്നവന്റെ കയ്യിൽ നിന്ന് കമ്മീഷൻ, വാങ്ങുന്നവന്റെ കയ്യിൽ നിന്ന് പിഴ, എന്നിട്ട് രണ്ടും ഇവന്മാരുടെ കയ്യിലോട്ട്. എന്റെ അടുത്ത് പിഴയടയ്ക്കാൻ കാശില്ലെന്ന് അവന്റെ ഭാവം. കേസ്, ഭീഷണി, പോയി പണി നോക്കാൻ പറ. പോടാ പോടാ, അവന്മാര് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് തന്റെ അറയിൽ വെച്ചിരുന്ന ബ്രാൻഡി കുപ്പി എടുത്ത് പൊട്ടിക്കാൻ തുടങ്ങുമ്പോഴേക്കും സുഭാഷ് അത് പിടിച്ചു വാങ്ങി. ഇത്രയും നേരം പറഞ്ഞത് നിങ്ങളോടല്ലേ, എന്നിട്ടും നിങ്ങൾക്കത് മനസ്സിലായില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. എടാ അത് മനസ്സിലാക്കിയിട്ടല്ലേ ഞാൻ നിന്നോട് പറഞ്ഞത്. അവന്മാർക്ക് കൈക്കൂലി കിട്ടാത്തതിന്റെ കുഴപ്പാ. പബ്ലിക് നോയിസൻസിന് കേസ് എടുക്കുമ്പോഴും ഞാനതിന് എന്ത് നോയിസൻസാ ഉണ്ടാക്കിയത്? ആരെങ്കിലും ചീത്ത വിളിച്ചോ അതോ തല്ലിയോ? സ്വസ്ഥമായി 2 പെഗടിച്ച് കടലിലേക്ക് നോക്കി 2 പാട്ടും പാടി രസിച്ചിരിക്കാമെന്ന് വിചാരിച്ചു. അതിനൊക്കെ സമ്മതിക്കാത്ത നിയമമല്ലേടാ തെറ്റ്. ഒരു ഡെമോക്രാറ്റിക് കൺട്രി ആയാൽ ഒരു പൗരനെ ആനന്ദിക്കാനുള്ള അവകാശം വേണം. ഇവിടെ അതില്ല, അതാണ് യഥാർത്ഥ പ്രശ്നം എന്ന് പറഞ്ഞ് സുഭാഷ് മതിലിൽ വെച്ച ആ ബ്രാൻഡ് കുപ്പി എടുത്ത് കുടിക്കുക. അത് കണ്ട് ദേഷ്യത്തോടെ സുധീഷും ദേ കണ്ടില്ലേ,
ഇതാണ് ഇയാളെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ടെന്ന് 1000 വട്ടം പറഞ്ഞത്. ഇയാൾക്കായിരുന്നല്ലോ കൊണ്ടുവരാനായിട്ട് ഭയങ്കര ധൃതി. ഇപ്പൊ എന്തായി എന്ന് സുധീഷ് നിധിയെ കുറ്റപ്പെടുത്തുമ്പോഴേക്കും കുടിക്കാൻ പാടില്ലെങ്കിലേ കുടിക്കാൻ പാടില്ലെന്ന് ബോർഡ് വെക്കണം, അതുണ്ടോ ഇവിടെ എന്ന് ഭാസ്കരൻ ചോദിക്കുമ്പോഴേക്കും ഇങ്ങ് തന്നേന്ന് പറഞ്ഞ് നിധി ആ ബ്രാൻഡ് കുപ്പി പിടിച്ചു വാങ്ങി എറിയുകയാ. ഒരു ക്വാർട്ടർ പോയി, 200 രൂപ പോയി എന്ന് ഭാസ്കരൻ വിഷമത്തോടെ പറയേ. എന്ത് തോന്നിവാസായി ചെയ്യുന്നെന്നറിയോ എന്ന് നിധി ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്. ഞാനോ എന്നച്ഛൻ ചോദിക്കേ. പിന്നെ ഞങ്ങളാണോ? ബീച്ച് പോലുള്ള പബ്ലിക് പ്ലേസിൽ കുടിക്കാൻ പാടില്ലെന്ന് അറിയില്ലേ? അതിനി പ്രത്യേകം ബോർഡ് വെക്കേണ്ട കാര്യമുണ്ടോ? ഇന്റർനാഷണൽ വിഷയങ്ങളെക്കുറിച്ചൊക്കെ നല്ല ധാരണയാണല്ലോ. ഈ കൊച്ചു കാര്യം അറിയില്ല അല്ലേ? അപ്പോ അതല്ല, അവനവൻ ചെയ്യുന്നതിനൊന്നും ഒരു നിയമവും ബാധകമല്ല അല്ലേ? എല്ലാവരും കുറച്ചുനേരം ഒപ്പമിരുന്ന് സന്തോഷത്തോടെ മടങ്ങുന്നതിന് പകരം ഇങ്ങനെയാണോ ചെയ്യാ എന്ന് നിധി ചോദിക്കുന്നുണ്ട്. അച്ഛനും ചോദിക്കുക, ഞാൻ നിന്നോട് ബീച്ചിലേക്ക് വരണമെന്ന് പറഞ്ഞു, നീയല്ലേ എന്നെ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടു വന്നത്, എന്നിട്ട് എന്നെ മാത്രം കുറ്റപ്പെടുത്തുന്നു എന്ന് പറയേ. വരാൻ ഇഷ്ടമില്ലെങ്കിൽ അപ്പോ പറയണമായിരുന്നു, വിളിച്ച ഉടനെ കൂടെ വരാമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എല്ലാവരും കൂടി നിർബന്ധിച്ചു കൊണ്ടുവന്നുവെന്ന് മട്ടിലാണല്ലോ സംസാരിക്കുന്നത്. ആദ്യമായിട്ടല്ലേ എല്ലാവരും കൂടി ഇങ്ങനെ ബീച്ചിലേക്ക് വരുന്നത്. അത് പരമാവധി എൻജോയ് ചെയ്തതിന് പകരം കേസും കൂട്ടവും ഒക്കെ ആയിട്ട് എന്തിനാ നിങ്ങൾ മക്കളെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? ഇതൊന്നും തെറ്റായി തോന്നുന്നില്ലേ എന്ന് നിധി ചോദിക്കെ. ഇതത്ര വലിയ മഹാവാതകമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ലെന്ന് അച്ഛനും. അത് കേൾക്കെ ദേഷ്യത്തോടെ നികേഷും സുഭാഷ് ഏട്ടാ എടുത്തി നമുക്ക് പോവാം, ഇനി മതി എന്ന് പറയേ സുധീഷും. അതെ, അല്ലെങ്കിൽ തന്നെ മനുഷ്യന്റെ മൂഡ് പോയിരിക്കുക. അതിനിടയിൽ അയാൾ കുടിക്കാൻ വന്നിരിക്കുന്നത്. നികേഷെ വാടാ എന്ന് വിളിച്ച് നടക്കുന്നതിനിടയിൽ വാ നിധി എന്ന് വിളിക്കുന്നുണ്ട് സുധീഷ്. നിധിയും പുറകെ ചെല്ലുമ്പോഴേക്കും സുധീഷേ എന്ന് സുഭാഷ് ഏട്ടനും വിളിക്കുന്നുണ്ട്. ഏട്ടനൊന്നും പറയണ്ട, വരുന്നുണ്ടെങ്കിൽ വരാൻ നോക്ക്, അല്ലെങ്കിൽ അയാളോടൊപ്പം കരയിൽ തിര എണ്ണിക്കൊണ്ടിരിക്കും എന്നവൻ വിളിച്ചു പറയേ. അച്ഛനെ ഒരു നിമിഷം നോക്കിക്കൊണ്ട് സുഭാഷും അവരുടെ പുറകെ പോവുകയാ. സുഭാഷെ എന്ന് വിളിച്ച് അച്ഛനും പുറകെ പോവുകയാ. പിന്നീട് അവർ 2 ഓട്ടോകളിലായി വീട്ടിലെത്തുകയാ. സുഭാഷിന്റെ കൂടെ ഓട്ടോന്നിറങ്ങിയ അച്ഛനും ഒരു ക്വാർട്ടറും വാങ്ങി ഇവിടെ ഇരുന്നെങ്ങാനും അടിച്ചാൽ മതിയായിരുന്നു എന്ന് പിറുപുറത്ത് ഉമ്മറത്തേക്ക് കയറി പോവുകയാ. കട്ടിലേക്ക് ഇരുന്നു കൊണ്ട് ഇതാ പെണ്ണിന്റെ ഭാഗം കേട്ടി ചാടിത്തുള്ളി ബീച്ചിലേക്കും പോയി എന്നൊക്കെ പറഞ്ഞ് ടെൻഷനോടെ ഇരിക്കുന്നത് കാണേ. അങ്ങോട്ടെത്തുന്ന സുധീഷും സുഭാഷേട്ടനോടാ ഇതേ നോക്കിയേ, ചെയ്യേണ്ടതെല്ലാം ചെയ്തു വെച്ചിട്ട് ഇരിക്കുന്ന കണ്ടില്ലേ എന്ന് പറയുന്നുണ്ട്. ഓ ഇനിയില്ല, ഇനി ആര് വിളിച്ചാലും ഭാസ്കരൻ ബീച്ചിലേക്കില്ല എന്നച്ഛൻ അവിടെ ഇരുന്ന് വിളിച്ചു പറയേ. ഇതേ കണ്ടില്ലേ, ഇങ്ങനെ കൊണ്ടുപോകണമെന്ന് ഇയാൾക്കായിരുന്നല്ലോ ഭയങ്കര വാശി എന്ന് നിധിയെ നോക്കി സുധീഷ് ചോദിക്കുന്നുണ്ട്. അച്ഛൻ എഴുന്നേറ്റ് ഡ്രസ്സ് മാറാൻ തുടങ്ങുമ്പോഴേക്കും അകത്തുനിന്ന് ഇറങ്ങി വന്ന ഹരീഷും ആ ബഹളമെല്ലാം കേട്ട് മുറ്റത്തേക്ക് ഇറങ്ങി ചെന്ന് എന്താണ് നികേഷ് എന്ന് ചോദിക്കുക. നികേഷും അച്ഛനെ ചൂണ്ടി എല്ലാത്തിനും കാരണം ഇയാൾ തന്നെയാ. വെറുതെ ബീച്ചിലേക്ക് വന്ന് കള്ളും കുടിച്ച് പോലീസും പിടിച്ച് ഹോ ഞങ്ങൾ നല്ലൊരു ഈവനിങ് സ്പോയിൽ ചെയ്തു എന്നവൻ ദേഷ്യത്തോടെ പറയേ. അതിന് ഇങ്ങനെയാരാ ബീച്ചിലേക്ക് കൊണ്ടുപോയേ എന്ന് ഹരീഷും ചോദിക്കുന്നുണ്ട്. അത് കേൾക്കെ സുധീഷും ദേഷ്യത്തോടെ നിധിയെ നോക്കി അയ്യോ അതറിഞ്ഞില്ലായിരുന്നോ, ദേ നിൽക്കുന്നു മാഡം കരുണാമയി. ഒറ്റയ്ക്കായി പോകുമെന്ന തോന്നലിൽ സങ്കടം തോന്നി കൂട്ടിക്കൊണ്ടു പോയതല്ലേ, ബാക്കിയുള്ളവരുടെ സമാധാനം കളയാനായിട്ട് എന്നവൻ ചീത്ത വിളിക്കുന്നത് കേൾക്കെ. ഹാ അതിന് നീ എന്തിനാ നിധിയെ ഇങ്ങനെ ചീത്ത വിളിക്കുന്നത് എന്ന് സുഭാഷേട്ടൻ ചോദിക്കുക. അതെ, ഏടത്തി എന്ത് തെറ്റ് ചെയ്തത്? ഇങ്ങനെ തല്ലിപ്പൊളിയാണെന്ന് ഏടത്തിക്ക് അറിയില്ലല്ലോ എന്ന് നികേഷും. അത് കേൾക്കെ അച്ഛനും നിർത്തടാ, മിണ്ടാതിരിക്കുമ്പോ ആൾ ഓരോരുത്തരായി മെക്കിട്ട് കയറുക. ഞാൻ എന്ത് തെറ്റ് ചെയ്തെന്നാ? സർക്കാർ കൊട്ടക്കണക്കിന് നികുതി കൂട്ടിയിരിക്കുന്ന സാധനം കഴിച്ചതാണോ അത്ര കൊടിയ പാതകം എന്നച്ഛൻ ചോദിക്കുന്നവർക്ക് സുഭാഷും അച്ഛാ നമ്മൾ കുടുംബമായിട്ടൊന്ന് പുറത്തു പോയതല്ലേ അച്ഛാ, കൂടെ ഒരു പെൺകുട്ടി കൂടി ഉള്ളതല്ലേ, അതെങ്കിലും ഒന്ന് ഓർക്കണ്ടേ? അവളൊന്ന് എൻജോയ് ചെയ്ത് വരുമ്പോഴേക്കും പോലീസിനെയും കൊണ്ട് വന്നിരിക്കുന്നു. എന്നിട്ടും പോരാ അതിനെ ന്യായീകരിക്കാൻ നിൽക്കുന്നു എന്ന് സുഭാഷ് കുറ്റപ്പെടുത്തേ. മതിയടാ, നിങ്ങളുടെ സന്തോഷത്തിന് ഞാൻ എതിരായിരുന്നോ? അല്ല, ഞാൻ കള്ളും കുടിച്ചിട്ട് ആരോടെങ്കിലും വഴക്കിട്ടോടാ? ഇല്ല, ചുമ്മാ കടലും കണ്ട് കടലയും കുറച്ച് വെള്ളമടിക്കണമെന്ന് ആഗ്രഹിച്ചതാണോ തെറ്റ് എന്നച്ഛൻ ചോദിക്കുന്നവൾക്ക് ഹരീഷും ദേ ഇങ്ങേരോടൊന്നും സംസാരിച്ചിട്ട് ഒരു കാര്യവുമില്ല, വേസ്റ്റ് എന്ന് പറയുകയാ. ഓ നീ പിന്നെ തമ്പുരാനല്ലേ, മെക്കാനിക്ക് തമ്പുരാൻ, പോടാ എന്നച്ഛൻ പരിഹസിക്ക്. ഇയാളെ ഇന്ന് ഞാൻ എന്ന് പറഞ്ഞ് സുധീഷ് മുറ്റത്തുനിന്ന് ഒരു ഇഷ്ടികെടുത്ത് അച്ഛനു നേരെ ചെല്ലാൻ തുടങ്ങുമ്പോഴേക്കും സുഭാഷും ഹരീഷും അവനെ തടഞ്ഞു നിർത്തുകയാ. നികേഷും ദേഷ്യത്തോടെ ഇറങ്ങിപ്പോടോ, ചുമ്മാ അടി വാങ്ങാതെ എന്ന് അച്ഛനോടെ വിളിച്ചു പറയേ. എന്താടാ നീ എന്നെ അടിക്കോ? അടിക്കടാ, നീ എന്നെ അടിക്കടാ എന്ന് പറഞ്ഞ് അച്ഛൻ നികേഷിന്റെ അടുത്തേക്ക് ഇറങ്ങി ചെല്ലുകയാ. നീ എന്താടാ ഇപ്പൊ പറഞ്ഞേ? ഇറങ്ങിപ്പോടാന്നാണോ പറഞ്ഞേ? എന്റെ വീട്ടിൽ നിന്നിട്ട് എന്നോട് ഇറങ്ങിപ്പോവാൻ പറയുന്നോ എന്നച്ഛൻ ദേഷ്യത്തോടെ നികേഷിനോട് ചോദിക്കുമ്പോഴേക്കും അച്ഛാ മതി, നികേഷേ നീ അകത്തേക്ക് കയറിപ്പോ, ഹരീഷേ ഇവനെ വിളിച്ചോണ്ട് പോ എന്ന് സുഭാഷ് പറയുമ്പോഴേക്കും ഹരീഷ് നികേഷിനെ അകത്തേക്ക് വിളിച്ചോണ്ട് പോവുകയാ. സുധീഷും ദേഷ്യത്തോടെ അച്ഛനോടായി പറയുന്നുണ്ട്, ദേ ഇതിനൊക്കെ ഒരു ദിവസം നിങ്ങൾ പഠിക്കും നോക്കിക്കോ എന്ന്. അച്ഛനും ഇനി എന്തോ പഠിക്കാനാടാ, അത്രയും നാണക്കേടാണ് ഞാൻ ഉണ്ടാക്കിയതെങ്കിൽ പോലീസുകാരോട് എന്നെ അറിയില്ലെന്നങ്ങ് പറഞ്ഞ പോരായിരുന്നോ എന്ന് ചോദിക്കേ. സുഭാഷും ചോദിക്കുന്നുണ്ട്, മിണ്ടാതിരിക്കാൻ പറഞ്ഞാൽ കേൾക്കില്ല അല്ലേ, പോലീസിന്റെ കാല് പിടിച്ച് കേസ് ചാർജ് ചെയ്യാതെ കൊണ്ടുവന്നതാണോ ഇപ്പോൾ തെറ്റായി പോയത് എന്ന് സുഭാഷ് ചോദിക്കേ. ഓ വലിയൊരു ത്യാഗം, ഒന്ന് പോടാ, പോലീസുകാർ എന്നെ കൊണ്ടുപോയാലും അവരെന്നെ ഒന്നും ചെയ്യില്ലായിരുന്നു. ഇന്ന് രാത്രി സ്റ്റേഷനിൽ നിർത്തും, നാളെ രാവിലെ ഇങ്ങ് വിടും. ഇന്ന് രാത്രി അവരുടെ കാശിന് പൊറോട്ടയും ഇറച്ചിയും കഴിച്ച് അവിടുത്തെ ഫാനിന്റെ ചുവട്ടില് സുഖമായിട്ട് കിടന്നുറങ്ങി നാളെ രാവിലെ ഞാനിങ്ങ് പോന്നേനെ
എന്നച്ഛൻ പറയുന്നത് കേൾക്കെ കണ്ടില്ലേ സുഭാഷ് ഏട്ടാ എന്ന് സുധീഷും സുഭാഷിനോടായി ചോദിക്കുക. എന്ത് കണ്ടില്ലെന്ന് ഒന്ന് പോടാ എന്നച്ഛൻ അവനോടായി പറയേ. നിധിയെയും വിളിച്ച് സുധീഷിനെയും കൂട്ടി അകത്തേക്ക് കയറി പോവുകയാ സുഭാഷ്. നിധി അച്ഛൻ്റെ അരിയിലേക്ക് ചെല്ലുമ്പോഴേക്കും ഇനി നിന്റെ ഊഴം കൂടിയുണ്ടോ, പെട്ടെന്ന് പറഞ്ഞിട്ട് പോവാൻ നോക്കെന്ന് അച്ഛനും പറയുന്നുണ്ട്. നിങ്ങളെ ബീച്ചിലേക്ക് കൂട്ടിക്കൊണ്ടു പോയതേ എന്റെ തെറ്റാ. പാവം വീട്ടിൽ തനിച്ചല്ലേ, കൂട്ടിക്കൊണ്ടു പോവാമെന്ന് തോന്നിയത് എന്റെ തെറ്റാ എന്നവൾ പറയുന്നത് കേൾക്കെ എന്നെ കണ്ടിട്ട് നിനക്ക് പാവമാണെന്ന് തോന്നിയോ? എനിക്കെന്താ മോളെ ബീച്ച് അറിയില്ലേ? ജീവിതത്തിൽ ആദ്യമായിട്ടാണോ ഞാൻ ബീച്ച് കാണുന്നതെന്ന് അച്ഛനും ചോദിക്കുക. അങ്ങനെ ഞാൻ പറഞ്ഞില്ല, പക്ഷേ ഇങ്ങനെ കുടുംബത്തോടൊപ്പം എവിടേക്കെങ്കിലും നിങ്ങൾ പോയിട്ടുണ്ടോ? അങ്ങനെ ഒരു ശീലം തുടങ്ങി വെക്കാമെന്ന് കരുതി, പരസ്പരം സ്നേഹിക്കുന്ന ഒരു കുടുംബമാക്കി മാറ്റാമെന്ന് കരുതി. പക്ഷേ നിങ്ങൾ അത് നടക്കാൻ സമ്മതിക്കില്ലല്ലേ എന്ന് നിധി ചോദിക്കെ ഒരു പുഞ്ചിരിയോടെ നോക്കി നിൽപ്പാ അച്ഛനും. നിങ്ങളുടെ മക്കൾ നിങ്ങളോട് ദേഷ്യപ്പെടുന്നതിൽ ഒരു തെറ്റുമില്ലെന്ന് അവൾ പറയേ. ഓ, അപ്പൊ ഇതിനൊരു കുടുംബമായി മാറ്റുന്നതാണോ നിന്റെ ജോലി? അതിനാണോ നീ തക്കലയിൽ നിങ്ങു പോകുന്നത്? ആദ്യം സ്വന്തം ജീവിതം ഒരു വഴിക്കാക്കാൻ നോക്കുമോളെ എന്നച്ഛൻ പരിഹസിക്കുന്നതുകൾക്ക് ഇനി ഒരു സ്ഥലത്തേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോവില്ല എന്ന് നിധി പറയുകയാ. ഇനി നീ വിളിച്ചാൽ ഞാനോട്ട് വരാനും പോകുന്നില്ല എന്നച്ഛനും പറയേ. നിധി ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറി പോവുകയാ. ഭാസ്കരനും തൂണും ചാറി നിന്ന് ആകെ ടെൻഷനോടെ സമയം എത്രയായോ എന്തോ, ബിവറേജ് അടച്ചു കാണുമോ എന്തോ, രണ്ടെണ്ണം അടിക്കാതെ എങ്ങനെ കിടന്നുറങ്ങും എന്ന് പറഞ്ഞ് തന്റെ സൈക്കിളും എടുത്ത് പാട്ടും പാടിക്കൊണ്ട് അവിടുന്ന് പോവുകയാ. രാവിലെ ആകുമ്പോൾ നികേഷ് ഉമ്മറത്തിരുന്ന് പഠിക്കുമ്പോഴാണ് സുധീഷ് അങ്ങോട്ട് വരുന്നത്. എന്തടാ പഠിക്കുകയാണോ എന്ന് സുധീഷ് ചോദിക്കെ. അല്ല, കടല വറുക്കുക എന്ന് നികേഷും. അപ്പോഴാണ് സുധീഷ് നിധിക്ക് വേണ്ടി വാങ്ങിച്ച സ്കൂട്ടി മുറ്റത്ത് കിടക്കുന്നത് കാണുന്നത്. അവൻ പെട്ടെന്ന് തന്നെ അകത്തേക്ക് പോയി അതിന്റെ ചാവി എടുത്തുകൊണ്ട് വന്ന് സ്കൂട്ടിയിൽ കയറുമ്പോഴേക്കും നികേഷും ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി? ലൈസൻസ് കയ്യിലില്ലാത്തത് കൊണ്ട് ഇവിടെ കിടന്ന് കറങ്ങാമെന്ന് വിചാരിച്ചോ എന്ന്. ഡാഡാ മിണ്ടാതിരുന്ന് പഠിക്കില്ല ചെറുക്ക എന്നവനെ വഴക്കു പറഞ്ഞ് ഒരു രാജമല്ലി വിടരുന്ന പോലെ എന്ന പാട്ടും പാടിക്കൊണ്ട് സുധീഷ് മുറ്റത്തുകൂടി ആ വണ്ടി ഓടിക്കുകയാ. നികേഷ് വീണ്ടും ഉമ്മറത്തിരുന്ന് പഠിക്കുമ്പോഴേക്കും നിധി അങ്ങോട്ട് വന്ന്, എന്താ നികേഷേ ഫുൾ ടൈം പഠിപ്പാണല്ലോ എന്ന് ചോദിക്കേ. എന്ത് ചെയ്യാനെടുത്തി, പാസ്സാവാനുള്ള മാർക്ക് വാങ്ങിയല്ലേ പറ്റൂ എന്ന് നികേഷും. നിധിയും അവന്റെ അരികിലേക്ക് ഇരുന്ന് അങ്ങനെ വിചാരിച്ചാൽ തോറ്റു പോവുകയേ ഉള്ളൂ. ഫസ്റ്റ് ക്ലാസ് കിട്ടാൻ വേണ്ടി പഠിച്ചാൽ പാസ്സാവുമെന്ന് ഉറപ്പിക്കാം, ഡിസ്റ്റിങ്ഷന് വേണ്ടി ട്രൈ ചെയ്താൽ ഫസ്റ്റ് ക്ലാസ് ഉറപ്പിക്കാം എന്ന് പറയേ. ഓ അങ്ങനെയാണല്ലേ എന്ന് നികേഷും ചോദിക്കുന്നുണ്ട്. നീ ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായ ഒരു കിടുക്കൻ പ്രസന്റ് എന്റെ വകയുണ്ട് എന്ന് നിധി പറയേ. എന്ത് പ്രസന്റ് എന്ന് നികേഷും. ആദ്യം നീ പാസ്സാവ് എന്നിട്ട് ഞാൻ പറയാമെന്ന് നിധിയും. എന്നാ ഞാൻ ഉറപ്പായിട്ടും ഫസ്റ്റ് റാങ്ക് വാങ്ങിക്കുമെന്ന് നികേഷും. അപ്പോഴാണ് മുറ്റത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി ഓടിക്കുന്ന സുധീഷിനെ നിധി ശ്രദ്ധിക്കുന്നത്. ഇതെന്തു വട്ടാ എന്നവൾ നികേഷിനോടായി ചോദിക്കേ. അറിയില്ല എടുത്തി, കുറെ നേരമായി ഇങ്ങനെ കിടന്ന് കറങ്ങാൻ നോക്കിയിട്ട് എന്ന് നികേഷും പറയുന്നുണ്ട്. അതുകൾക്ക് നിധിയും ഹലോ എന്ന് സുധീഷിനെ വിളിക്കുക. അവനും വണ്ടി നിർത്തി തന്റെ പോക്കറ്റിൽ നിന്ന് മൊബൈൽ എടുത്ത് ഹലോ 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 കട്ടായി പോയല്ലോ എന്ന് പറയേ. അത് കണ്ട് നിധിയും അയ്യേ എന്തൊരു ചളി എന്ന് പറയേ. നികേഷും വിളിക്കുന്നുണ്ട്, സുധീഷേട്ടോ അയ്യയ്യോ, ഇനി വരാൻ പോകുന്ന 10 വർഷത്തേക്ക് വേറൊരു ചളിയും വേണ്ട, അടുത്ത 10 വർഷത്തേക്കുള്ള ബെസ്റ്റ് ചളിയുടെ അവാർഡ് സുധീഷ് ഏട്ടന് തന്നെ. എന്റെ പൊന്നോ എന്നവൻ വിളിച്ചു പറയേ. സുധീഷും അവരുടെ അടുത്തേക്ക് വന്ന് വണ്ടി നിർത്തി ശരിയാടാ ചളിയായി പോയി, എന്ത് ചെയ്യാം സോറി എന്നവൻ പറയേ. എന്തിനാ ഇങ്ങനെ കിടന്ന് കറങ്ങുന്നത് എന്ന് നിധിയും ചോദിക്കുക. ബോറടിച്ചിട്ട് വയ്യാന്നേ, വണ്ടിയെടുത്ത് റോഡിലേക്ക് ഇറങ്ങാനാണെങ്കിൽ ലൈസൻസും കയ്യിലില്ല, പിന്നെ എന്ത് ചെയ്യാനാ, വെറുതെ ഇരുന്ന തമാശ പോലും കട്ട ചളിയായി മാറിക്കൊണ്ടിരിക്കുകയല്ലേ, എന്നാ ഞാൻ ഒരു റൗണ്ട് കൂടി പോയിട്ട് വരാവേ ബൈ എന്ന് പറഞ്ഞ് അവൻ വീണ്ടും ഒരു റൗണ്ട് കൂടി വണ്ടി ഓടിക്കാനായി പോവുകയാ. നിധിയും നികേഷിനോടായി ഏത് സബ്ജക്റ്റാ പഠിക്കുന്നത് എന്ന് ചോദിക്കെ. അക്കൗണ്ടൻസി എന്നവൻ പറയെ. പഠിക്കുന്ന നിധിയും. അങ്ങനെ നിധി അവൻ പഠിക്കുന്നത് നോക്കി ഇരിക്കുമ്പോഴാണ് സുധീഷ് അങ്ങോട്ട് കൊണ്ടുവന്ന് വണ്ടി നിർത്താൻ നോക്കുമ്പോഴേക്കും വീഴാനായി പോകുന്നത്. അതുകൊണ്ട് നികേഷും നിധിയും പൊട്ടിച്ചിരിക്കുമ്പോഴേക്കും എന്താ ഇപ്പൊ ഇതിന് മാത്രം ചിരിക്കാനുള്ളത് എന്ന് സുധീഷും. വലിയ പ്രാക്ടീസ് ഉള്ള ആളല്ലേ, വീഴാൻ പോയപ്പോ മനസ്സിലായില്ലേ ഏത് മഹാനും അടിതെറ്റി വീഴുമെന്ന് എന്ന് നിധി ചോദിക്കേ. ഓടിക്കാൻ അറിയുന്നവനെ ഇടയ്ക്ക് തെന്നുകയും വീഴുകയൊക്കെ ചെയ്യൂ, അല്ലാത്തവരിങ്ങനെയൊക്കെ ചിരിക്കേ ഉള്ളൂ എന്ന് സുധീഷും പറയുന്നുണ്ട്. അതുകൾക്ക് നിധിയും ഞാൻ അസലായിട്ട് ഓടിക്കാൻ പഠിക്കും, ഇപ്പൊ തന്നെ കുറച്ച് പഠിച്ചു കഴിഞ്ഞല്ലോ എന്ന് പറയേ. ഓ ഒരു ചുക്കും പഠിച്ചിട്ടില്ല നിധി എന്ന് സുധീഷും കളിയാക്കുകയാ. ഹലോ അത്യാവശ്യം എനിക്ക് ഓടിക്കാൻ അറിയാം എന്നവൾ വീണ്ടും പറയേ. ആ അതറിയാം, ഇതുപോലൊരു ടോയ് വാങ്ങിച്ചു തന്നാ ഇങ്ങനെ ഇരുന്ന് പോവാൻ അറിയാം, അല്ലാതെ നിധിയെ കൊണ്ട് പറ്റൂല എന്ന് സുധീഷും. നിധി ഇതൊന്നും ഇയാളെ കൊണ്ട് പറ്റുന്ന കാര്യമേ അല്ല, വിട്ടുകളാ, താനൊന്നും അതിന് മാത്രം വളർന്നിട്ടില്ലേ, ഈ വണ്ടി ഒരു കാലത്തും നിധി ഓടിക്കാൻ പോകുന്നില്ല, ഞാൻ എഴുതി ഒപ്പിട്ട് തരാം എന്ന് സുധീഷ് പറയേ. ലൈസൻസ് എടുത്തിട്ട് ഞാൻ വണ്ടി ഓടിക്കും എന്ന് നിധിയും പറയുന്നുണ്ട്. അത് കേൾക്കെ പരിഹസച്ചിരിയോടെ സുധീഷ് അങ്ങോട്ട് ഇറങ്ങിച്ചെന്ന്. നിധി ഇന്ന് ടെസ്റ്റ് എഴുതി പാസ്സായാലേ ഇമ്മീഡിയറ്റ് ആയിട്ട് ലേണേഴ്സ് കിട്ടും, പിന്നെ അതിനുശേഷം ലൈസൻസ് എടുത്താൽ മതി അല്ലേടാ, പക്ഷേ ഈ എൽബോർഡ് വെച്ച് വണ്ടി ഓടിക്കാൻ അറിയണ്ടേ, അതറിഞ്ഞൂടല്ലോ എന്ന് പറഞ്ഞവൻ പരിഹസിച്ച് ചിരിക്കുക. അതെ ഏടത്തി അത്യാവശ്യം ഓടിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടെന്ന് നികേഷും പറയുകയാ. ആര്? നിധിയാ? കാണക്കായി പോയി എന്റെ പൊന്നു മോനെ, അതിനൊരു സാധ്യതയുമില്ല, തുടക്കത്തിൽ ഇങ്ങനെ ഉന്തി തള്ളി നല്ലാണ്ട് സ്വന്തമായിട്ട് നിധിക്ക് ഒരു സ്റ്റെപ്പ് പോലും ഓടിക്കാൻ പറ്റിയിട്ടില്ല, ഇനിയിട്ട് ഓടിക്കാൻ പറ്റുകയുമില്ല എന്നവൻ പരിഹസിക്കെ. ഇപ്പൊ ഞാൻ ഓടിച്ചു കാണിച്ചാൽ
എന്ന് നിധിയും. എന്റെ അഭിപ്രായം മാറും, പക്ഷേ അതിന് സാധിക്കില്ല എന്ന് മാത്രം എന്ന് സുധീഷ് പറയെ. എടത്തി ഓടിച്ചു കാണിക്കേ എന്ന് നികേഷും പറയുക. എന്റെ പൊന്നു നികേഷേ, നടക്കാത്ത കാര്യത്തിന് വെറുതെ ബെറ്റ് വെച്ച് തോൽക്കാൻ നിൽക്കല്ലേ മോനെ എന്ന് സുധീഷ് വീണ്ടും പരിഹസിക്കെ. ഗീത ഞാൻ ഓടിക്കാമെന്ന് നിധിയും. സുധീഷ് കീ കൊടുക്കുമ്പോഴേക്കും നിധി അത് വാങ്ങി മുറ്റത്തേക്ക് ഇറങ്ങി പോവുകയാ. ലുക്ക് ദേർ എന്ന് നികേഷ് സുധീഷിനോടായി പറയേ. നീ അങ്ങോട്ട് ഇറങ്ങി നിന്നോ, പിടിക്കാൻ വീഴുമ്പോ എന്ന് സുധീഷും പറയുന്നുണ്ട്. ഒരു ആവേശത്തിൽ വണ്ടിയിലേക്ക് കയറിയിരുന്ന് നിധി വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും ടെൻഷനോടെ സുധീഷിനെ നോക്കണ കണ്ട് എന്തു പറ്റി എന്ന് സുധീഷും വിളിച്ച് ചോദിക്കുന്നുണ്ട്. ഒന്ന് പിന്നിലിരിക്കോ എന്നവൾ പേടിയോടെ ചോദിക്കുന്നുണ്ട്. എന്നോടാണോ എന്ന് സുധീഷ് അമ്പരപ്പോടെ ചോദിക്കേ. അതെ എന്ന് നിധിയും. എടുത്തി ഞാൻ വേണേ ഇരിക്കാം എന്ന് നികേഷ് പറയേ. നീ അവിടെ ഇരുന്ന് പഠിക്കേ, എനിക്ക് പിന്നെ ഇവിടെ എന്താ പണി അല്ലേ എന്ന് പറഞ്ഞ് അവളുടെ പുറകിലേക്ക് കയറുകയാ സുധീഷും. അങ്ങനെ സുധീഷിനെയും വണ്ടിയുടെ പുറകിൽ വെച്ച് വണ്ടി ഓടിക്കുക നിധി. വളരെയധികം സന്തോഷത്തോടെ അവളുടെ പുറകിലിരിക്കുക സുധീഷും. ഇത്രയുമാണ് ഈ എപ്പിസോഡിലെ വിശേഷങ്ങൾ. അഖിലും ഫ്രണ്ട്സും നിധിയെയും നികേഷിനെയും വഴിയിൽ തടഞ്ഞു നിർത്തി നിധിയെ പരിഹസിച്ച് അപമാനിക്കുന്നതാണ് അടുത്ത എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.